ഹലോ. അപ്പോൾ നമ്മൾ ചേച്ചിയുടെ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചേച്ചി നമ്മുടെ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യണമെന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ കൂട്ടത്തിൽ ഞാനും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഓയിൽ തേക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓയിൽ തേക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ സ്കിൻ ടൈപ്പ് അറിവും വ്യത്യസ്തമായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട വിധം വ്യത്യസ്തമാണ്. എസ്പെഷ്യലി ചിലർക്ക് ഓയിൽ തട്ടുമ്പോൾ പിമ്പിൾസ് വരാറുള്ള സ്കിൻ ടൈപ്പാരുണ്ടല്ലോ, അങ്ങനെയുള്ളവർ നമ്മുടെ ഫേസിൽ ഓയിൽ തേച്ചിട്ട് 5 മിനിറ്റ് വെച്ചാൽ മതിയാവും. ഇനി ഓയിൽ തട്ടിയ പിമ്പിൾസ് ഒന്നും വരാത്ത സ്കിൻ ടൈപ്പാരാണെങ്കിൽ നിങ്ങൾക്ക് 20 മിനിറ്റ് വരെ വെക്കാം കേട്ടോ. അപ്പോൾ അത് അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ സ്കിന്നിന് ഓയിൽ തട്ടിയ ഒരു പ്രശ്നവും ഇല്ല. മഞ്ഞൾ എൻ്റെ സ്കിന്നിന് സ്യൂട്ടബിളാണ്. അപ്പോൾ മഞ്ഞൾ പറ്റുന്നവർക്ക് ഗോൾഡൻ ഓയിൽ യൂസ് ചെയ്യാം. ഇനി മഞ്ഞൾ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ മഞ്ചിഷ്ടയുടെ ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ആ മഞ്ചിഷ്ട ബേസ് ആയിട്ടുള്ള പ്രൊഡക്ട്സും ഉണ്ട്, മഞ്ഞൾ ബേസ് ആയിട്ടുള്ള പ്രൊഡക്ട്സും ഉണ്ട്. അപ്പോൾ അതായത് 2 കാറ്റഗറി ഓഫാണ് വരുന്നത്. അപ്പം മഞ്ഞൾ പറ്റുന്നവരും പറ്റാത്തവരും അങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫേസിൽ ഓയിൽ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യണം. അപ്പോൾ ഫേസിൽ ഓയിൽ തേച്ച് മസാജ് ചെയ്യുമ്പോൾ മസാജിങ് വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ടൈം വേസ്റ്റ് ആവും. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല കേട്ടോ. നമ്മുടെ അണ്ടർഐനും അതുപോലെ തന്നെ നെക്കിൽ, അതുപോലെ തന്നെ നമ്മുടെ നെറ്റിയിൽ, കവിളിലൊക്കെ ഫൈൻ ലൈൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സ്റ്റെപ്പുകളായിട്ടും ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഓരോ സ്ഥലത്തും ചീക്സിനും ചിന്നിനും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ജോൺ ലൈൻസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സ്റ്റെപ്പും ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പും നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഓൾറെഡി വേറൊരു വീഡിയോക്കകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് അതുപോലെ തന്നെ ചെയ്താൽ മതിയാവും. അപ്പം ഏകദേശം നന്നായിട്ട് ടൈം എടുത്തതിന് മസാജ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ സ്കിന്നിൽ ഓയിൽ തട്ടിയ പിമ്പിൾസ് ഒന്നും വരാറില്ല. എനിക്ക് പിമ്പിൾസ് വരുന്നത് PCOD കൂടുന്ന ടൈമിലാണ് കേട്ടോ. അപ്പോൾ PCOD കൂടുന്ന ടൈമിൽ എനിക്ക് നന്നായിട്ട് പിമ്പിൾസ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ PCOD ഒക്കെ ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ വലിയ പിമ്പിൾസൊക്കെ വരികയാണ്, അങ്ങനെ മാറാതെ അങ്ങനെ എന്തെങ്കിലും ഈ ഹെൽത്ത് ഇഷ്യൂ ആദ്യം ചെക്ക് ചെയ്യണം. അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഞാൻ ഫേസിൽ മാത്രമല്ല ബോഡിയിലും നമ്മുടെ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതും നമ്മൾ നന്നായിട്ട് ബോഡിയിൽ അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുക. ഇത് ബിഫോർ ബാത്തിങ് ആണ് കേട്ടോ. കുളിക്കുന്ന സമയത്ത് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ കുളിക്കുന്ന സമയത്ത് നമ്മളിത് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട് ബോഡിയിലും നമ്മൾ 20 മിനിറ്റ് ഏറ്റവും കുറഞ്ഞത് വയ്ക്കണം. അതിനുശേഷം ബാത്ത് പൗഡർ യൂസ് ചെയ്ത് വേണം വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ ചിലർക്ക് ബാത്ത് പൗഡർ ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഒട്ടും പറ്റാത്തവരൊക്കെ ഉണ്ടാവും. അങ്ങനെ തീരെ പറ്റാത്തവർക്ക് മാത്രം നമ്മൾ ജെൻറ്റിലായിട്ടുള്ള ക്ലൻസർ സജസ്റ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൽഡായിട്ടുള്ള സോപ്പുകൾ യൂസ് ചെയ്യും. അതിപ്പോൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബേബി സോപ്സ് നല്ലതാണ്. പിന്നെ നമ്മുടെ ഡോവിൻ്റെ ബാറുണ്ടല്ലോ, അത് നല്ലതാണ്. അത് ഒറിജിനൽ വേർഷൻ നോക്കി യൂസ് ചെയ്യുക. അതൊക്കെ നമുക്ക് കുറച്ച് സ്കിൻ ഡ്രൈ ആവാതെ സോഫ്റ്റായിട്ട് വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സോപ്പുകളാണ് കേട്ടോ. അപ്പം അതാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക. പിന്നെ എപ്പോഴും സോപ്പിനേക്കാളും നല്ലത് ബാത്ത് പൗഡർ തന്നെയാണ്. പിന്നെ ബാത്ത് പൗഡർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, നമ്മൾ അപ്ലൈ ചെയ്ത ഓയിലിൻ്റെ എക്സസ് ആയിട്ടുള്ളത് മാത്രമേ നമുക്ക് വാഷ് ചെയ്ത് കളയൂ. ബാക്കിയുള്ളത് നമ്മുടെ സ്കിന്നിൽ ഇരുന്നിട്ട് അത് പെനട്രേറ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ ഫേസിൽ ഓയിൽ മസാജ് ചെയ്ത് നമ്മളൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓയിലി സ്കിന്നുകാരും അതുപോലെ തന്നെ പിമ്പിൾസ് വരാൻ ചാൻസ് ഉള്ള സ്കിന്നുകാരും 5 മിനിറ്റ് വെച്ചാൽ മതിയാവും. അതിന് ശേഷം നമ്മൾ ഫേസ് വാഷ് പൗഡർ ഉപയോഗിച്ച് വാഷ് ചെയ്യണം. അപ്പം ഈ ഫേസ് വാഷ് പൗഡർ നമ്മൾ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഫേസ് വാഷ് പൗഡർ ഉപയോഗിച്ച് വാഷ് ചെയ്യാം. നമ്മുടെ ഫേസിലുണ്ടാകുന്ന സൺടാൻ അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറാനായിട്ട് ഈ ഫേസ് വാഷ് പൗഡർ ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ ആക്നെ വരാതിരിക്കാനായിട്ട് ഒരുപാട് പ്രിവെൻറ്റ് ചെയ്യും കേട്ടോ. കുറച്ച് പൗഡർ നമ്മുടെ കയ്യിലെടുത്തിട്ട് വെള്ളത്തിലിട്ട് മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കിയതിന് ശേഷം ജെൻറ്റിലായിട്ട് നമ്മുടെ ഫേസിൽ നെക്കിലും അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഫേസ് എന്താ പറയുക നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിട്ടും. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റൻ ചെയ്യും. അതായത് നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വരുന്നതിന് ശേഷം ഈ ഒരു ഫേസ് വാഷ് പൗഡർ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് കിട്ടും കേട്ടോ. അപ്പോൾ അത് നമുക്ക് നല്ലതാണ്. അതായത് സൺ ടാൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറും. അതായത് നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി കുറച്ചൊന്ന് ടാനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൗഡർ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് സൺ ടാൻ ഒന്ന് മാറുന്നത് അറിയാനായിട്ട് പറ്റും. പിന്നെ അതോടൊപ്പം നമുക്കിതുപോലെ പാക്കും ഓയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള സെൻറ്റാനൊക്കെ നല്ലപോലെ മാറി സ്കിന്നെല്ലാം ഹെൽത്തി ആയിട്ടും നല്ല ആൻറ്റി ഏജിങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫേസ് വാഷ് പൗഡർ ഉപയോഗിച്ച് നിങ്ങൾക്ക് മസാജ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പൗഡറാണ്. എങ്ങനെ നോക്കിയാലും അതിനകത്ത് നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള സ്ക്രബിങ് എഫക്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് വളരെ ജെൻറ്റിലായിട്ട് മാത്രം വേണം ഇത് ഉപയോഗിച്ച് നമ്മൾ മസാജ് ചെയ്യാം. അല്ലാതെ ഒരുപാട് ഹാർഷായിട്ട് ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ ഫാസ്റ്റ് ഫോർവേഡിൽ വിട്ടേക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്, വളരെ ഹാർഷായിട്ട് മസാജ് ചെയ്യുന്ന മാതിരി. വളരെ ജെൻറ്റിലായിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. അത് ഞാൻ എടുത്ത് പറഞ്ഞത് അതുകൊണ്ട്
അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല പോലെ തന്നെ അത് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചേച്ചി എന്തൊക്കെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്തതെന്ന് ചോദിച്ചവർ ഒരുപാട് പേരുണ്ട്. ചേച്ചി യൂസ് ചെയ്തത് ഫുൾ ഓൺ ബോഡി കിറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഫേസിനും ബോഡിക്കും ലിപ്സിനും ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. നമ്മുടെ ലിപ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്, ഫേസിനും നെക്കും ബോഡിക്കും വേണ്ടിയിട്ട് സ്കിൻ കെയർ പ്രൊഡക്റ്റും അതുപോലെ തന്നെ ലിപ് കെയർ പ്രൊഡക്റ്റും, ഇതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കിറ്റായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ഫേസിനൊക്കെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഫേഷ്യൽ കിറ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ലിപ്സ് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ലിപ് കെയർ കിറ്റ് യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഫുൾ ഓൺ ബോഡിയാണ് നോക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫുൾ ബോഡി കിറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഏതാണോ നിങ്ങൾക്കുള്ള കൺസേൺ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇതിനനുസരിച്ചിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് എന്താണോ ഇഷ്യൂ അതനുസരിച്ചിട്ട് മാത്രം പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം. ഇനി ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ്, ഓയിൽ മാത്രം യൂസ് ചെയ്താൽ റിസൾട്ട് കിട്ടുമോ, പാക്ക് മാത്രം യൂസ് ചെയ്താൽ റിസൾട്ട് കിട്ടുമോ, ക്രീം മാത്രം യൂസ് ചെയ്താൽ റിസൾട്ട് കിട്ടുമോ? കിട്ടുന്നവരും അതുപോലെ തന്നെ കിട്ടാത്തവരുണ്ട്. നമ്മൾ ഓരോരുത്തരും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കിൻ ടൈപ്പ്, സ്കിന്നിൻ്റെ ടെക്സ്ചർ, സ്കിന്നിൻ്റെ ബാരിയർ അങ്ങനെയുള്ളവരാണല്ലോ. ഓയിലി സ്കിന്നുകാർ പല കാറ്റഗറിക്കാരുണ്ട്. ആ ഓയിലി സ്കിന്നുകാർക്ക് എല്ലാവർക്കും ഒരു മോയ്സ്ചറൈസർ നമ്മൾ സജസ്റ്റ് ചെയ്താൽ ആ ഒരു മോയ്സ്ചറൈസർ എല്ലാ ഓയിലി സ്കിന്നുകാർക്കും യൂസ്ഫുൾ ആവണമെന്നില്ല. അപ്പോൾ അതേപോലെയാണ് നമുക്ക് എല്ലാ പ്രൊഡക്ട്സും അങ്ങനെ തന്നെയാണ്. ഏത് പ്രൊഡക്ട്സ് എടുത്താലും സ്യൂട്ടബിൾ ആയിട്ടുള്ളവരും അല്ലാത്തവരും ഉണ്ടാവും. ചിലർക്ക് ചില പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ ഡാർക്ക് ആവണ പോലെ ഫീൽ ചെയ്യും. അത് പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ ഇല്ലാത്തതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. എങ്കിൽ പോലും അതിലും ഉണ്ടാവും 1% ആൾക്കാർ ചിലത് പറ്റാത്തവരുണ്ടാവും. അപ്പോൾ അതൊക്കെ ഓരോ സ്കിൻ ടൈപ്പിനെയും സ്കിന്നിൻ്റെ ടെക്സ്ചറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഫേസ് വാഷ് പൗഡർ ഉപയോഗിച്ച് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസ് പാക്ക് മിക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ അലോവേരയുടെ ജെല്ലിലാണ് ഫേസ് പാക്ക് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഫേസ് പാക്ക് മിക്സ് ചെയ്യാൻ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഏത് പ്രൊഡക്ട്സിൽ വേണമെങ്കിലും മിക്സ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് കുറേ കൂടി പെട്ടെന്ന് സൺടാൻ മാറാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് തൈരിന് നല്ലൊരു ആക്റ്റീവ് ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫേസിൽ ഇതൊക്കെ ഉള്ളത് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സൺടാൻ പെട്ടെന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ബെനിഫിറ്റ് ഉണ്ട്. അപ്പം മിക്സ് ചെയ്യാൻ എടുക്കുന്ന പ്രൊഡക്ട്സ് നമുക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമുക്കത് പണി കിട്ടും. കാരണം ചിലപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നും ഒരു പിമ്പിൾസ് വന്നാൽ നിങ്ങൾ വിചാരിക്കും ഈ പാക്ക് യൂസ് ചെയ്തിട്ടായിരിക്കുമെന്ന്. പക്ഷെ അങ്ങനെയല്ല. എഗ് വൈറ്റ് യൂസ് ചെയ്യാം, പാൽ യൂസ് ചെയ്യാം, തൈര് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ പൊട്ടറ്റോ ജ്യൂസ്, ടൊമാറ്റോ പൾപ്പ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള റോസ് വാട്ടർ, അലോവേര ജെല്ല് അനുയോജ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യും. ചിലർ അലോവേര ജെല്ല് ഫ്രഷ് ആയിട്ട് എടുത്ത് യൂസ് ചെയ്യാറുണ്ട്. ഇനി അലോവേര ജെല്ല് ഫ്രഷ് ആയിട്ട് എടുക്കുമ്പോൾ അതിനകത്ത് മഞ്ഞക്കറ ഉണ്ടെങ്കിൽ നമുക്ക് പിമ്പിൾസ് വരാം, അലർജി ഉണ്ടാവാം, ചൊറിച്ചിലുണ്ടാവാം. അതൊക്കെ അതിൽ നിന്നുണ്ടാവുന്നതാണ്. ചിലർ വിചാരിക്കുക ഈ പാക്ക് ഇട്ടതുകൊണ്ട് കിട്ടുന്നതാണെന്നാണ്. അപ്പോൾ അങ്ങനെയല്ല. നമ്മൾ എടുക്കുമ്പോൾ അത് നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ളതാണോ എന്ന് കൺഫേം ചെയ്തിട്ട് വേണം എടുക്കാൻ. അതുപോലെ തന്നെ ഫേസ് പാക്ക് നമ്മൾ എന്തും യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യണം. നമ്മുടെ സ്കിന്നിന് ഇത് വർക്കിംഗ് ആണോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഇത് സ്യൂട്ടബിൾ ആണോ എന്നറിയാൻ പാച്ച് ടെസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മഞ്ഞളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. യാതൊരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഫ്രഷ് മഞ്ഞളും അതുപോലെ തന്നെ ഫ്രഷ് അലോവേര ജെല്ലും. പക്ഷേ ഇത് രണ്ടും സ്യൂട്ടബിൾ ആവാത്ത ആൾക്കാരുണ്ടല്ലേ. അപ്പോൾ അതേപോലെയാണ് എല്ലാ പ്രോഡക്ട്സും അങ്ങനെ തന്നെയാണ്. നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളവരും അല്ലാത്തവരും ഉണ്ട് കേട്ടോ. പിന്നെ ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്നറിയോ? ഫേസ് ഒന്ന് ആവി പിടിച്ചിട്ട് നമ്മൾ ഫേസ് പാക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടാനും സ്കിന്നിലെ പോഴ്സൊക്കെ ക്ലോഗ് ആയിട്ടിരിക്കുന്നെങ്കിൽ അതെല്ലാം ഓപ്പൺ ആയിട്ട് അതിനകത്ത് ഇറങ്ങിയിരിക്കുന്ന അഴുക്കുണ്ടല്ലോ, ഡേർട്ടും പൊടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും ഒക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം എന്നും സ്റ്റീം ചെയ്യാമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. നമുക്ക് എന്നും സ്റ്റീം ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരുപാട് അങ്ങ് ആവി പിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് നമ്മുടെ ഫേസ് ഒന്ന് ഓപ്പൺ ആവാം, അല്ലെങ്കിൽ ആ ഓപ്പൺ പോഴ്സും ഒക്കെ ഒന്ന് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റീമിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. ഒരുപാട് നേരം സ്റ്റീം ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്താൽ മതിയാവും. ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നെക്സ്റ്റ് കാര്യമാണ് ചെറിയ ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒരു കോട്ടൺ തുണി പൊഴിഞ്ഞ് അതിൻ്റെ ചൂട് നമ്മുടെ ജസ്റ്റ് ഫേസിലൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അതും വളരെ മൈൽഡായിട്ടുള്ള ചൂടായിരിക്കണം, നമ്മുടെ സ്കിന്നിന് ഹോൾഡ് ചെയ്യാൻ പറ്റത്തക്ക വിധത്തിലുള്ളത്. അപ്പം അത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഫേസ് പാക്ക് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫേസ് പാക്ക് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ട് വീണ്ടും ഒരു 20 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നസ് നമുക്ക് ഫേസിൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ സ്കിൻ ഭയങ്കരമായിട്ട് സ്മൂത്ത് നല്ലപോലെ സോഫ്റ്റ് ആവുന്നത് അറിയാനായിട്ട് പറ്റും. സ്കിൻ നല്ലപോലെ ടൈറ്റും ചെയ്യാൻ അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എന്നല്ല, ഏത് ഫേസ് പാക്കും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ആവും കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫേസ് പാക്ക് ഇട്ടിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയം, അതായത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് അത് വാഷ് ചെയ്യുന്ന ടൈം വരെ നമ്മളെ ഫേസിൽ ഒരുപാട് എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ ഫേസ് ഇങ്ങനെ അനക്കുക അങ്ങനെ ഒന്നും ചെയ്യരുത്. നമ്മുടെ ഫേസിൽ റിങ്കിൾസ് പെട്ടെന്ന് ഫോം ചെയ്യും. അപ്പോൾ ഫേസിൽ എങ്ങനെയാണോ പാക്ക് അപ്ലൈ ചെയ്തത് അതേപോലെ തന്നെ ഫേസ് അങ്ങനെ ഫ്രീ ആയിട്ട് വിടുക. അപ്പോൾ സ്കിൻ അതുപോലെ ഇരുന്ന് ടൈറ്റൻ ആവും. പിന്നെ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ക്ലോത്ത് യൂസ് ചെയ്ത് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫേസിൽ വെള്ളം അപ്ലൈ ചെയ്ത് ഇൻസ്റ്റൻ്റ് അപ്പോൾ തന്നെ വാഷ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യും.
ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അങ്ങനെ ചെയ്യാനായിട്ട് നോക്കാം. ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കുറേ കൂടി ബെനിഫിറ്റ് ഉണ്ടാകും. ഫുൾ ഓൺ നമ്മൾ വാഷ് ചെയ്ത് കളയുന്നില്ല, അതിൻ്റെ കുറച്ച് എസൻസ് ഒക്കെ നമ്മുടെ ഫേസിൽ ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ മൊത്തം നമുക്ക് ഇരിക്കുന്നതിൽ അർത്ഥമില്ല കേട്ടോ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, മാക്സിമം നമ്മൾ ഏതൊരു ഫേസ് പാക്ക് ഇട്ടാലും 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പീൽ ഓഫ് മാസ്കുകൾ മാത്രം ചിലപ്പോൾ നമുക്കൊരു 5-10 മിനിറ്റ് എക്സ്ട്രാ വയ്ക്കാം. പക്ഷേ അല്ലാത്ത ബാക്കിയുള്ള എല്ലാ ഫേസ് പാക്കുകളും നമുക്ക് മാക്സിമം വയ്ക്കാൻ പറ്റുന്ന ടൈമാണ് 20 മിനിറ്റ്, അതായത് 15 to 20 മിനിറ്റ്സ്. ഇതിനുള്ളിൽ നമ്മൾ എന്തായാലും അത് വാഷ് ചെയ്ത് കളയണം. ചിലർ വിചാരിക്കാറുണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഫ്രണ്ട്സിൻ സർക്കിളിനിടയിൽ നേരത്തേക്ക് കേട്ടോ, അവരിങ്ങനെ പാക്ക് ഇട്ടിട്ട് അതുപോലെ നേരെ ഇരിക്കുമ്പം കുറേ കൂടി റിസൾട്ട് കിട്ടുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ സ്കിൻ കൂടുതൽ ഡ്രൈ ആവാനും റിങ്കിൾസ് പെട്ടെന്ന് വരാനും കാരണമാവത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യരുത്. ഏത് കാര്യത്തിനും നമുക്കൊരു ടൈം ലിമിറ്റ് ഉണ്ട്. അധികമായാൽ അമൃതം വിഷമെന്നാണ് കേട്ടോ. പിന്നെ ഡെയിലി ഫേസ് പാക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഡെയിലി നമുക്ക് ഫേസ് പാക്ക് യൂസ് ചെയ്യാം. ഇനി ഡെയിലി 2 ഫേസ് പാക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നവർ ചോദിക്കുന്നുണ്ട്. ഡെയിലി 2 ഫേസ് പാക്ക് യൂസ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാറ്റഗറി, ഇപ്പോൾ എഗ് വൈറ്റ് മാത്രം സ്കിൻ ടൈറ്റൻ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതൊരു ഫേസ് പാക്കായിട്ട് നമുക്ക് കൂട്ടണമെന്ന് നിർബന്ധമില്ല. പിന്നെ നോർമലായിട്ട് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് പാക്ക് ആണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതുപോലെ തന്നെ നമ്മൾ ഹിബിസ്കസ് ഫ്ലവർ ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് നമ്മൾ ഫേസിൽ ജസ്റ്റ് ഒന്ന് അരച്ച് അപ്ലൈ ചെയ്യുന്നത്, അതൊക്കെ ഒരു നോർമലി നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഫേസ് പാക്കുകളാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ അതുപോലെ തന്നെ ഡെയിലി 2 ഫേസ് പാക്ക് ചെയ്യുമ്പോൾ അത് 2 വെച്ച് ചെയ്യുന്നത് നമുക്ക് ആഴ്ചയിലൊരു 3 വട്ടമൊക്കെ ചെയ്താൽ മതിയാവും. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഡെയിലി ചെയ്യുക, പിന്നെ ഒരെണ്ണം ആഴ്ചയിൽ 3 വട്ടം അങ്ങനെ ചെയ്താൽ മതിയാവും. അതിനുശേഷം നമ്മൾ ആ ഒരു ഫേസ് പാക്ക് ഫുൾ ഓൺ വാഷ് ചെയ്ത് കളയാം. ഫേസ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫുൾ ഓൺ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ചിലർക്ക് മഞ്ഞൾ ഇട്ട് വാഷ് ചെയ്യുമ്പോൾ ഒരു യെല്ലോ കളർ നമ്മുടെ ഫേസിൽ ഇങ്ങനെ തോന്നിക്കും. അപ്പോൾ അത് ചിലർക്കാണ് തോന്നിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നോക്കുക, ചിലർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലർക്ക് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഫേസ് പാക്ക് ഇട്ട് വാഷ് ചെയ്ത ഉടനെ നിങ്ങൾ സാധാരണ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. രായിട്ടിൽ കിടക്കുന്നതിന് മുന്നായിട്ട് ഈ ഒരു ഗോൾഡൻ ക്രീം യൂസ് ചെയ്യുക. മഞ്ഞൾ പറ്റുന്നവർക്ക് ഗോൾഡൻ ക്രീമും, മഞ്ഞൾ പറ്റാത്തവരാണെങ്കിൽ മഞ്ചിഷ്ട ക്രീമും. പിന്നെ ഇത് ബാത്ത് പൗഡറാണ് കേട്ടോ. ഇത് കുളിക്കുന്ന സമയത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് പേസ്റ്റാക്കി സോപ്പിന് പകരം ഫുൾ ബോഡിയിൽ തേച്ച് ഒരു 10 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റിയാൽ കുറേ കൂടി നല്ലതാണ്. അത് ബോഡിയിലിരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. എല്ലാത്തിൻ്റെയും പ്രോഡക്റ്റ്സ് വേണ്ടവരെല്ലാം സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതിയാവും കേട്ടോ. ബൈ.